ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വേഗത്തിൽ വേണം എന്നൊരു നിർദ്ദേശം ADGP നൽകി എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന തുടങ്ങി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലുണ്ട്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നെന്ന സംശയവും അതിൻ്റെ പങ്കുവയ്ക്കപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഗർഭചിത്രത്തിനായി 2 തവണ വീര്യം കൂടിയ മരുന്ന് നൽകി എന്നാണ് മൊഴി. രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില മോശമായതോടെ 2 ആശുപത്രികളിൽ ചികിത്സ തേടി. യുവതിയെ ചികിത്സിച്ച ഡോക്ടറെ മൊഴിയും എടുക്കും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, രാഹുൽ പാലക്കാട്ടുണ്ട്. രാഹുൽ തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിലെത്തി. രാഹുൽ പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോയി. രാഹുൽ കോയമ്പത്തൂരിലാണ്, മറ്റു പലയിടത്താണ്. ഇങ്ങനെ പലവിധ വിവരങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അത് അന്വേഷണത്തിന്റെ ദിശ തെറ്റിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫോക്കസ് മാറുന്നതിന് വേണ്ടിയായിരിക്കാം. ഇപ്പോൾ പോലീസിന് കൃത്യമായ വിവരമുണ്ടോ? പ്രത്യേകിച്ച് ഈ കാലത്ത് മൊബൈൽ ഫോണൊക്കെ കൂടെയുള്ളവരും രാഹുലും ഒക്കെ ഉപയോഗിക്കാതെ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ലൊക്കേഷൻ കണ്ടെത്തുക വളരെ എളുപ്പമാണല്ലോ. ഇപ്പോൾ പോലീസിന് സ്ഥിരീകരിച്ച വിവരമുണ്ടോ? അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതോ അറസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുമോ? രതീഷ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിസങ്കേതം മാറ്റിയിട്ടുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് വിളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇതുവരെയുള്ള പെൺകുട്ടിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളും ലഭിച്ച തെളിവുകളും അടക്കം വിശകലനം ചെയ്തു. അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന്, കാരണം ബുധനാഴ്ച മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഇതിനകം തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആരോപണ വിധേയനായ കേസിൽ പ്രതിയേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശമാണ് ADGP നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായ പരിശോധനകൾ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ടതായി വിവരം പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ അവിടെ നിന്ന് രാഹുൽ തന്ത്രത്തിൽ മുങ്ങി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം കോയമ്പത്തൂരിൽ ഒരു ഒളിയിടമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന. അതുകൊണ്ട് തന്നെ പോലീസ് വിഭാഗത്തിലെ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പരിസരത്തുള്ള തമിഴ്നാട്ടിലെ മറ്റു ചില മേഖലകളിൽ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ എളുപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം അവിടേക്ക് പോകുന്നത്. മാത്രമല്ല, രാഹുലിന്റെ ഒളിയിടം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതറിയാവുന്ന ചില സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട് എന്ന് പോലീസിന് അനുമാനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. അവരെ ഒരു പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടവർ ലൊക്കേഷൻ അടക്കം ഉപയോഗിക്കാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ ഫോണുകളടക്കം ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ വെട്ടിലാക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരമായ ചെയ്തികളുടെ പര്യായമായി ഈ യുവതിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് 2 തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ കൊണ്ട് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിപ്പിച്ചു എന്നുള്ളതാണ്. ഈ വർഷം മെയ് 30-ന് ആദ്യ ഡോസ് നൽകി എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ മരുന്ന് നൽകി എന്നാണ്. മാത്രമല്ല, പോലീസ് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മരുന്നിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ വീര്യം കൂടിയ മരുന്നാണ് ഇത് അശാസ്ത്രീയമായി ഈ പെൺകുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന ഡോസാണ് നൽകിയിരിക്കുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം ഈ പെൺകുട്ടി ഈ മരുന്ന് കഴിച്ചതിന് ശേഷം രക്തസ്രാവമൊക്കെ മൂർച്ഛിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. അതിന് ഡോക്ടറെ കണ്ടിരുന്നു. ആ ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മാനസികമായ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതിനുവേണ്ടി സൈക്കോളജിസ്റ്റിന്റെ അടക്കം സഹായം തേടിയിരുന്നു. അപ്പോൾ അവരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ശബ്ദരേഖ സാധൂകരിക്കുക, അത് തെളിവാണ് എന്ന് സാധൂകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി യുവതിയുടെ ശബ്ദരേഖയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന മുറയ്ക്ക് അയാളുടെ ശബ്ദരേഖയും പോലീസ് ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇപ്പോൾ യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള അനുമതി നാളെ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഏതായാലും ഇതിന് സമാന്തരമായി തന്നെ ഈ യുവതിയുടെ മൊഴിയിൽ പറയുന്ന ക്രൈം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം ഫോറൻസിക് വിഭാഗത്തെ അടക്കം എത്തിച്ച് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരം. അതേസമയം തന്നെ ഇത് രാഷ്ട്രീയമായ ഒരു വലിയ പ്രശ്നം കൂടിയാണ്. അനന്തൻ, ഇത് രാഷ്ട്രീയമായ വലിയൊരു പ്രശ്നമായി മാറുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും എന്നതുകൊണ്ട് മാത്രമല്ല, MLAയും CPM എന്നതുകൊണ്ട് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഗൗരവതരമായൊരു ക്രൈമാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ ശബ്ദരേഖകൾ കേൾക്കുന്ന ഒരു മനുഷ്യനും അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാഷ്ട്രീയമായ ഒരു വിഷയം കൂടിയാണല്ലോ. ഇപ്പോൾ ഈ അറസ്റ്റ് നീണ്ടുപോകുന്നുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ബുധനാഴ്ച മാത്രമേ
കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുള്ളൂ. ബുധനാഴ്ചയിൽ ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത ദിവസത്തെ കോടതി മാറ്റിവെക്കാനുള്ള സാധ്യത. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും ഇതൊരു സജീവ രാഷ്ട്രീയ വിഷയമായി നിൽക്കുമോ? ഇന്നലെ നമ്മൾ സംസാരിച്ചാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് എന്നതാണല്ലോ UDF നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസിന്റെ അന്വേഷണം, അതിന്റെ പുരോഗതിയും, അറസ്റ്റും, മുൻകൂർ ജാമ്യ ഹർജിയിലെ പരിഗണനയും എല്ലാം വരിക? രതീഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് രാഷ്ട്രീയമായി ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അത് UDF തന്നെയാണ് ആദ്യം ഉയർത്തിയത്. അത് UDF ഇതിനെ പ്രതിരോധിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസും ഒപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള വികാരങ്ങളും വഴിമാറ്റാൻ വേണ്ടിയാണ് പൊടുന്നനെ ഇങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ്. പരാതി വന്നത് അടക്കം സംശയനിഴലാക്കിക്കൊണ്ടായിരുന്നു UDF നേതാക്കളുടെയൊക്കെ, പ്രത്യേകിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം രംഗത്ത് വന്നത്. എന്നാൽ കോൺഗ്രസിലെ തന്നെ മറ്റു ചില മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കേസിനെ വളരെ ഗൗരവത്തോടെ കാണുകയും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായൊരു പ്രതിരോധം, ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് വളരെ ദുർബലമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. അതേസമയം രാഹുലിനെതിരായ നീക്കം അല്ലെങ്കിൽ രാഹുലിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് UDF-നെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തും എന്ന് തന്നെയാണ് ഇടതുപക്ഷവും കണക്കുകൂട്ടുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അയാൾ ഈ പെൺകുട്ടി ആരോപിച്ചിരുന്ന പല കാര്യങ്ങളും, അതായത് പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. അത് സംബന്ധിച്ച് ആ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇടത് ഹാൻഡിലുകളിൽ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാകുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. ആ പെൺകുട്ടി തന്നെ അന്വേഷണ സംഘത്തോട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ADGP-യുടെ യോഗത്തിൽ തന്നെ ഇത്തരം ഹാൻഡിലുകൾ, ഇത്തരം പ്രൊഫൈലുകളൊക്കെ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുന്ന അത്തരം നടപടികളൊക്കെ ഉണ്ടാകാൻ വലിയ രാഷ്ട്രീയമായി ഏറ്റുമുട്ടലായി കൂടി സൈബറിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണവും കേസും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ആ ഏറ്റുമുട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ സാഹചര്യം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതേസമയം പാലക്കാട്ടും ചില പ്രതിഷേധങ്ങൾ, അതേസമയം അതിന്റെ തുടർച്ചയായി ഇന്നിപ്പോൾ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്.